ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നെന്നെ നീ തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നു എന്നെ നീ ഇത്രമേൽ എന്നെ സ്നേഹിച്ചു അതെത്രയും വിചിത്രമേ രക്ഷകാ ഇത്രമേൽ എന്നെ സ്നേഹിച്ചു അതെത്രയും വിചിത്രമേ രക്ഷകാ എത്ര ദൂരം നിന്നെ വിട്ടോടി അത്ര നേരം കാത്തു നിന്നെന്നെ നീ എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെന്നെ നീ ക്രൂശിൽ പിടഞ്ഞപ്പോഴും കാലിരുമ്പാണിയല്ല വേദന നാശത്തിലായൊരെന്റെ രക്ഷിക്കാൻ ആശിച്ചതല്ലയോ നിരോധനം ക്രൂശിൽ പിടഞ്ഞപ്പോഴും കാലിരുമ്പാണിയല്ല വേദന നാശത്തിലായൊരെന്റെ രക്ഷിക്കാൻ ആശിച്ചതല്ലയോ നിരോധനം ഇത്രമേൽ എന്നെ സ്നേഹിച്ചു അതെത്രയും വിചിത്രമേ സുരക്ഷകാ ഇത്രമേൽ എന്നെ സ്നേഹിച്ചു അതെത്രയും വിചിത്രമേ സുരക്ഷകാ ഇത്ര ദൂരം നിന്നെ വിട്ടോടി അത്ര നേരം കാത്തു നിന്നെന്നെ നീ ഇത്ര ദൂരം നിന്നെ വിട്ടോടി അത്ര നേരം കാത്തു നിന്നെന്നെ നീ ഹല്ലേലൂയ. മാറായെ എങ്ങനെ മധുരമാക്കാം? മാറായെ മധുരമാക്കുവാൻ ദൈവം നമുക്ക് എങ്ങനെയാണ് അവസരം നൽകിയിരിക്കുന്നത്? മാറായെ എങ്ങനെയാണ് നമുക്ക് മധുരമാക്കുവാൻ കഴിയുന്നത്? മാറായെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പരിശുദ്ധാത്മാവിൽ പ്രത്യേകം പറഞ്ഞു. ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ദൈവം നിയന്ത്രിക്കാതെയും പൂർവകാല നിത്യത മുതൽ വരുംകാല നിത്യത വരെ ഒന്നും സംഭവിക്കുന്നില്ല. ഇതെവിടെയെങ്കിലും ഒന്ന് എഴുതിയിട്ടോ? പൂർവകാല നിത്യത മുതൽ സംഭവിച്ച കാര്യങ്ങൾ എടുത്തു പഠിക്കാൻ, വരുംകാല നിത്യത സംഭവിക്കുമെന്ന് പറഞ്ഞ് വചനം പഠിപ്പിക്കുന്ന കാര്യങ്ങളെ പഠിക്കാൻ. അല്ല, ഈ വർത്തമാനകാലത്തിൽ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പഠിക്കുക. നീ എന്താ ചിന്തിക്കുന്നത്? ദൈവത്തിന് അറിവില്ലയോ? ദൈവത്തിന് ആ വിഷയം അറിഞ്ഞുകൂടെയോ? എത്ര പേർ വിശ്വസിക്കുന്നു ദൈവത്തിന് അറിയാമെന്ന്? ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. ഒന്ന് അഡ്മിറ്റ് ചെയ്ത്, എൻ്റെ ദൈവത്തിന് അറിയാതെ, എൻ്റെ ദൈവം അറിയാതെ ഒരു കാര്യവും എൻ്റെ ഇത് സംഭവിക്കത്തില്ല. ആമേൻ. രണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 2, എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരു തിന്മയ്ക്കും എൻ്റെ മേൽ വരുവാൻ കഴിയത്തില്ല. എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരു നന്മയും എൻ്റെ മേൽ വരത്തില്ല. സ്തോത്രം, സ്തോത്രം. ആകാശ കിളിവാതിലുകൾ തുറക്കുന്നവനും സ്ഥലം പോരാതെ വരുവോളം നന്മകളാൽ അനുഗ്രഹിക്കുന്നവനും മഹാദൈവമാണ്. സ്തോത്രം, സ്തോത്രം. യോബിന് വിരോധമായി ദുഷ്ടനെ അനുവദിച്ചത് ദൈവമാണ്. സ്തോത്രം. നന്മയാകട്ടെ തിന്മയാകട്ടെ അവൻ അറിയാതെ, അവൻ അനുവദിക്കാതെ വരികയില്ല. അതിനേക്കാൾ ശക്തമാണ്
മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൺഫ്യൂഷൻ ആക്കും. ലിറ്ററലി ദൈവം അറിഞ്ഞിട്ടാണോ? ശരിയാ, ദൈവം സർവ്വവ്യാപിയാണല്ലോ. എന്നിട്ടെന്നാ ദൈവം എന്നെ അറിയിക്കാഞ്ഞേ? ദൈവം അറിഞ്ഞിരുന്നെങ്കിൽ ഈ ദോഷം എന്താ അകറ്റാഞ്ഞത് എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ദൈവം അനുവദിച്ചിട്ടാണെന്നോ? റിയലി ദൈവം തിന്മ അനുവദിക്കുമോ? ദൈവം എനിക്ക് കഷ്ടതകൾ അനുവദിക്കുമോ? ഞാൻ പാപം ചെയ്യുവാൻ മുതിർന്നപ്പോൾ ദൈവം എന്തുകൊണ്ട് തടഞ്ഞില്ല? ആ രോഗാത്മാവ് വരുമെന്നറിഞ്ഞ ദൈവം എന്തുകൊണ്ട് അതിനെ അനുവദിച്ചു? അതുകൊണ്ടല്ലേ എൻ്റെ ചർമ്മത്തിനകത്തേക്ക് അത് പ്രവേശിച്ചത് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മൂന്നാമത്തത് ഇതിനേക്കാൾ വലുതാണ്. ദൈവത്തിൻ്റെ നിയന്ത്രണമില്ലാതെ ഒരിഞ്ച് അവൻ അനുവദിച്ചെങ്കിൽ അവൻ അറിയുകയും ചെയ്തു, ഒരിഞ്ചേ പോകാൻ അവൻ അനുവദിക്കത്തുള്ളൂ എന്നൊരു നിയന്ത്രണ രേഖയുമുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. അതോർത്ത് നന്ദി പറ. അവൻ അനുവദിച്ചിടത്തോളമേ തിന്മ വരത്തുള്ളൂ, അവൻ അനുവദിച്ചിടത്തോളമേ നന്മ വരത്തുള്ളൂ. ഒന്നും വെറുതെ വീഴത്തില്ല, ഒന്നും വെറുതെ വരത്തില്ല. കുരുകിൽ പാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ടോ? കൊച്ചു കിളികൾ പറന്നു പോകുന്നത് കണ്ടിട്ടുണ്ടോ? കാരണം കൂടാതെ അല്ല അവ പറന്നു പോകുന്നത്. എന്തോ അവയുടെ സ്വസ്ഥതയ്ക്ക് ഭ്രമം വന്നു, ഭ്രംശം വന്നു, അപ്പോഴത് പറന്നത്. എന്നതുപോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. സോദരം, 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 സോദരം. വൈക്കോൽ നനയുന്നത് പോലെ ചേമ്പിൻ്റെ ഇല നനയത്തില്ല. നമുക്കറിയാം, നന്നായിട്ട് അറിയാം. മലയാളികൾക്കറിയാം. വൈക്കോല് മഴ വന്നാൽ നനയും, മഞ്ഞു വന്നാലും നനയും, ചേമ്പലയും നനയും, പക്ഷേ കുതിരുകയില്ല. ദൈവം ഓരോന്നിനും ഓരോ തുകല് കൊടുത്തിരിക്കുകയാണ്. നിന്റെ തുകലിൻ്റെ അകത്ത് അവ പ്രവേശിച്ചെങ്കിൽ ദൈവം അറിഞ്ഞാണ്, ദൈവം അനുവദിച്ചാണ്, ദൈവം നിയന്ത്രിച്ചുമാണ്. ഗ്ലോറി, 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 ഗ്ലോറി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഈ 3 അടിസ്ഥാന തത്വങ്ങളെ ആസ്പദമാക്കി ഞാൻ പറഞ്ഞു പുറപ്പാട് പുസ്തകത്തിലെ മാറ. ആരെങ്കിലും ഓർമ്മയുണ്ടോ? അതൊരു സെറ്റപ്പാണ്. ആമേൻ, ആമേൻ, ആമേൻ. അതൊരു സെറ്റപ്പാണ്, അതൊരു സെറ്റിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? അവന് നിന്നെ പരീക്ഷിക്കണം. സ്വതന്ത്രം, സ്വതന്ത്രം, സ്വതന്ത്രം. അവന് നിന്നെ പരീക്ഷിച്ച് നല്ലത് തിരിച്ചറിയണം. നിന്റെ അകത്തെന്തുണ്ടെന്ന് നീ അറിയണം. നിന്റെ അകത്തെ നന്മ അവനെ ഉയർത്തിക്കൊണ്ടുവരണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ നിന്നെ മരുഭൂമിയിൽ പരീക്ഷിച്ചിട്ട്, നിന്നെ വിശപ്പിച്ചിട്ട്, നിന്നെ താഴ്ത്തിയിട്ട് നിന്റെ അകത്ത് എന്തുണ്ടെന്നറിയണം എന്നവൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ അറിയാതെയാണോ പരീക്ഷ വരുന്നത്? ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത്. നമ്മളുടെ അബദ്ധം കൊണ്ട് വന്നതാണെങ്കിലും, നമ്മൾ ബ്രേക്ക് ചവിട്ടാതെ പോയിട്ട് ഇടിച്ചതാണെങ്കിലും ദൈവം അറിയാതെ അല്ല, ദൈവം അനുവദിക്കാതെ അല്ല, ദൈവം നിയന്ത്രിക്കാതെ അല്ല. ഒന്ന് സ്തോത്രം ചെയ്തേ, കരങ്ങളെടുത്ത് നന്ദി പറഞ്ഞ് കർത്താവ് ഒന്ന് മഹത്വപ്പെടട്ടെ. നിന്റെ പരീക്ഷകളിലും നിന്റെ വായെ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുക. അത് ഇയ്യോബ് വെളിപ്പാടില്ലാത്തവൻ, വെളിപ്പാടില്ലാത്തവെന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകമില്ലാത്തവൻ, ദൈവവചനമില്ലാത്തവൻ, ഉൽപ്പത്തി മുതൽ വെളിപ്പാടുള്ള പുസ്തകങ്ങൾ വായിക്കാത്തവൻ, വേദപുസ്തകത്തിലെ ദൈവത്തെ വായിച്ചറിയാത്തവൻ, പ്രവാചകനില്ലാത്തവൻ, പുരോഹിതനില്ലാത്തവൻ, രാജാവില്ലാത്തവൻ, ന്യായാധിപതി ഇല്ലാത്തവൻ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അപ്പോസ്തലനില്ല, സുവിശേഷകനില്ല, പ്രവാചകനില്ല, ഇടയനില്ല, ഉപദേഷ്ടാവില്ല, ഫേസ്ബുക്കില്ല, യൂട്യൂബില്ല, വെബ്സൈറ്റുകളില്ല. പക്ഷെ അവൻ പറഞ്ഞു യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവ അനുവദിക്കാതെ എനിക്കൊന്നും വന്നിട്ടില്ല. എൻ്റെ നന്മ യഹോവ തന്നതാ, എനിക്ക് തിന്മയെ യഹോവ അനുവദിച്ചതാ. അവൻ്റെ നാമം ഒന്ന് പറയാമോ? നിന്റെ കഷ്ടതകളിൽ, നിന്റെ പ്രയാസങ്ങളിൽ, നിന്റെ പ്രശ്നങ്ങളിൽ, നിന്റെ പരീക്ഷകളിൽ, നിന്റെ പരിശോധനകളിൽ നീ ഒന്ന് വിളിച്ചു പറയാമോ? എൻ്റെ ദൈവം തന്നതാ, എൻ്റെ ദൈവം എടുത്തതാ, എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരു നന്മയും ഒരു തിന്മയും എൻ്റെ മേൽ വരത്തില്ല. ഒന്നാൽപ്പത് നേരം കർത്താവിനെ സ്തുതിച്ചേ. ഇതൊരു സെറ്റപ്പ്. പുറപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല, റൂത്തിൻ്റെ പുസ്തകത്തിലെ മാറായും ഒരു സെറ്റപ്പാ. ആമേൻ. റൂത്തിൻ്റെ പുസ്തകം 1, 2, 3, 4 വായിക്കുമ്പോൾ ആ മാറ എല്ലാം കഴിഞ്ഞു. എനിക്ക് 4-ാം വാക്യം കൊണ്ട് തീർന്നു.
സ്തോത്രം, 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 സ്തോത്രം. എന്നാലും ആത്മാവിൽ സൂക്ഷിച്ചു പഠിച്ചാൽ അവിടേക്ക് കർത്താവ് ചില നാഴികക്കല്ലുകൾ നാട്ടിയിട്ടുണ്ട്. സ്തോത്രം. രൂത്തിന്റെ പുസ്തകം ഒന്നുകൂടെ നമുക്കത് വായിച്ച് ഒരല്പം ഫീഡ്ബാക്ക് എടുത്ത് മുന്നോട്ട് പോവാം. ഒന്നാമത്തെ വാക്യം മുതൽ. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. നമുക്കെല്ലാം വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നു. കാലം, ന്യായാധിപന്മാർ ന്യായപാലനം, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ന്യായാധിപന്മാരുണ്ടല്ലോ, ന്യായം പാലിക്കേണ്ടതിന് ഒരു വലിയ ന്യായാധിപനും അതിൻ്റെ കീഴിൽ ഒത്തിരി ന്യായാധിപന്മാരുമുണ്ടല്ലോ. അപ്പം ന്യായം പുലരുന്ന കാലം, നീതി ഉയർന്നു നിൽക്കുന്ന കാലം നമ്മുടെ ചിന്ത. നോ, നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ബോട്ടം ലൈൻ, അതിൻ്റെ ടാഗ് ലൈൻ തന്നെ ശ്രദ്ധിച്ചാൽ അക്കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തനും തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. അപ്പം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ടാഗ് ലൈൻ എന്തുവാ? അവനവൻ, ഈച്ച് വൺ വാസ് ബ്ലോയിങ് ഹിസ് ഓൺ ട്രംപറ്റ്. ഒരു ഹാർമണി ഇല്ല, ഒരു സിംഫണി ഇല്ല, ഒരു സിനർജി ഇല്ല. ഓരോരുത്തരും അവൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക. അതാണ് കാലം. സ്തോത്രം ചെയ്ത് നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചോ. ഒന്നാമത്തെ ന്യായാധിപൻ മുതൽ കർത്താവ് എന്തുകൊണ്ട് അവരെ എഴുന്നേൽപ്പിച്ച് തന്നെ? ശത്രു അവരുടെ മേൽ വാണു, അവർ കഷ്ടത കൊണ്ട് താണു, അവർ കരഞ്ഞു, നിലവിളിച്ചു. അപ്പോൾ കർത്താവ് ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിച്ചു. ഇത് അതിൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ അവനവന് ബോധിച്ച പോലെ നടക്കുമ്പോൾ അവനവൻ തന്നെ കഷ്ടതകൾ കൊണ്ടുവരും. അങ്ങ് പുറകിലെങ്ങാണ്ട് ആരോ എനിക്കൊന്ന് ഫേബിയാൻ തോന്നുന്നു, ഒരു ആമേനെ ഞാൻ കേട്ടുള്ളൂ. ദൈവ കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം പറയാം. ദൈവവചനത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്തതുണ്ട്. ഇഷ്ടമുള്ളത് മുഴുവൻ എന്തുവെന്നറിയാമോ? ഇഷ്ടമില്ലാത്തത് ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമില്ലാത്തത് ദൈവഹിതപ്രകാരം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നതൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ളത് മുഴുവനും. ആർക്ക് മനസ്സിലായില്ലല്ലേ? ഞാൻ നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും, നമുക്കിഷ്ടമുള്ളതാ. ഞാൻ നിന്നിൽ കൂടെ അനേക ജാതികളെ പുറപ്പെടുവിക്കും, നീ അനേക ജാതികളുടെ പിതാവായിരിക്കും. അബ്രഹാമുള്ള വാഗ്ദത്തമാണ്. ഒറ്റ മോനെ കിട്ടിയപ്പോൾ ദൈവം പറയുക, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനാണ് തന്നെ ഞാൻ നിനക്ക് കാണിച്ചു കൊടുക്കുന്ന മലയിൽ കൊണ്ടുപോയി ഞാൻ കഴിക്കുക, പിന്നൊന്നുമില്ല. അപ്പോൾ ഏതാ ഇഷ്ടമുള്ളത്? പ്രവചനം, വാഗ്ദത്തം, അനുഗ്രഹിക്കും, ഉയർത്തും, പേര് വലുതാക്കും. ഏതാ ഇഷ്ടമില്ലാത്ത? എന്താ? ഏറ്റവും സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കീഴെ നിൽക്കണം. നിനക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിന് കീഴെ നിൽക്കണം. നീ സ്നേഹിക്കുന്ന നിൻ്റെ കാറ്, നിൻ്റെ വാഹനം, ജോലി, നിൻ്റെ വിസ, നിൻ്റെ സ്റ്റെർലിങ്, നിൻ്റെ ഭവനം, നിൻ്റെ ഭാര്യ, നിൻ്റെ ഭർത്താവ്, നിൻ്റെ സഹോദരൻ, സഹോദരി, സഭ, പുൾപിറ്റ്, ബാനർ, ശുശ്രൂഷ, കൃപാവരങ്ങൾ, യു നെയിം ഇറ്റ്. ഇല്ലെങ്കിൽ അത് യാഗം കഴിക്കുമ്പോഴേ നിൻ്റെ സന്തതിയെ അവൻ വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ. വല്ലതും പിടികിട്ടിയോ? ഹലോ, ഗ്ലോറി, 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 ഗ്ലോറി. ഹലോ, 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 വല്ലതും മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും പുസ്തകത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കളിപ്പിക്കരുത്. അത് വെറുതെ അല്ല, കണ്ടീഷനിലാണ്. ഞാൻ നിന്നെ ഉയർത്തുമെന്ന് കർത്താവ് ഉൽപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കളിപ്പിക്കരുത്. അതും കണ്ടീഷനിലാണ്. ഞാൻ നിന്റെ പേര് വലുതാക്കുമെന്ന് എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കളിപ്പിക്കരുത്. പുസ്തകത്തിലെ വാക്യമാണെങ്കിലും അതിൻ്റെ മുന്നേ പ്രീ ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ്, പോസ്റ്റ് ടെക്സ്റ്റ് വായിക്കൂ. അതും കണ്ടീഷനിലാണ്. അപ്പൊ കയ്പുള്ളത് സ്വീകരിക്കാൻ മടിച്ചാൽ മധുരമായത് വരത്തില്ല. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. അപ്പൊ ന്യായാധിപന്മാരുടെ കാലം മുടിഞ്ഞ കാലം. ദൈവഭക്തന്മാർ പറയാനൊക്കാത്ത വാക്കാണ്, പക്ഷേ പുസ്തകത്തിലുണ്ട്. നശിച്ച കാലം, വേദപുസ്തകം അനുസരിക്കാത്ത കാലം, ദൈവത്തെയോ ദൈവത്തിൻ്റെ ന്യായാധിപന്മാരെയോ ബഹുമാനിക്കാത്ത കാലം. ആ കാലത്ത് യഹൂദ്യ എന്ന പ്രവിശ്യയിൽ, യഹൂദ്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? യഹൂദ എന്ന് പറഞ്ഞാൽ സ്തുതി, ദൈവത്തെ സ്തുതിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ബെത്ത്ലെഖേം, ബെത്ത്ലെഖേം, ബെത്ത് മാനെ ഹൗസ്, ബെത്ത് എന്ന് പറഞ്ഞ ഭവനം, ലെഖേം എന്ന് പറഞ്ഞ ബ്രെഡ്, അപ്പത്തിൻ്റെ ഭവനം. ശ്രദ്ധിക്കൂ, ന്യായം നടക്കാതെ വന്നപ്പോൾ, ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കാത്ത ജനം യഹൂദ്യയിൽ ബേത്ത്ലെഹേമിൽ സ്തുതിക്കുന്നവരുടെ മധ്യേ അപ്പത്തിൻ്റെ വീട്ടിൽ പാർത്താലും എന്ത് സംഭവിക്കും? ക്ഷാമം സംഭവിക്കും.
ഇവിടെ ഞാനൊരു ആമീൻ നിങ്ങളിന്ന് പ്രതീക്ഷിച്ചു, നിങ്ങൾ തന്നില്ല. ഒരു നല്ല ആമീൻ പറഞ്ഞേ. നിങ്ങളുടെ വീട്ടിലെ ക്ഷാമങ്ങളെ ഒന്ന് പരിശോധിച്ച്. എല്ലാം ഇങ്ങനെ ആയിരിക്കത്തില്ല, എന്നാൽ ചിലതെങ്കിലും ഇങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളാണ്. അപ്പത്തിൻ്റെ വീട്ടിൽ ദൈവമാണ് അപ്പം കൊടുക്കുന്നത്, ചുമ്മാതെ ഉണ്ടായി വരികയല്ല. അതിനാൽ നീ സ്തുതിക്കണം. എങ്ങനെ സ്തുതിക്കണം? നേരോടെ, ന്യായത്തോടെ, നീതിയോടെ നീ സ്തുതിക്കണം. നീതിയോടെ, നീതി നടപ്പിലാക്കി നീ സ്തുതിച്ചാൽ അപ്പത്തിൻ്റെ വീട് വരും. പേര് മാത്രമല്ല, ബാനർ മാത്രമല്ല, നിന്റെ വീട്ടിൽ അപ്പം ഉണ്ടായിരിക്കും. നീ മരുഭൂമിയിൽ പാർത്താലും അപ്പം ഉണ്ടായിരിക്കും. നീ യെരൂശലേമിൽ അല്ലെങ്കിലും അപ്പം. എങ്ങനെ എൻ്റെ ക്ഷാമം മാറ്റാം? എങ്ങനെ എൻ്റെ പ്രശ്നം പരിഹരിക്കാം? നീ ആദ്യം നീതി നടപ്പിലാക്കുക. നിന്റെ വീട്ടിലെ നീതി പാലിക്കുന്ന, നീതി നടപ്പിലാക്കുന്ന, ന്യായം പാലിക്കുന്ന, ന്യായം നടപ്പിലാക്കുന്ന ന്യായാധിപനാകുന്ന അബ്ദോനെ പോലെയോ, ഗിദിയോനെ പോലെയോ, ശങ്കറിനെ പോലെയോ, ശിംശോനെ പോലെയോ, ഇഫ്താഹിനെ പോലെയോ, എലായിയെ പോലെയോ നീ ഒന്ന് മാറ്. നിന്റെ വീട്ടിൽ അപ്പം വർദ്ധിക്കും. ഗ്ലോറി, 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 ഗ്ലോറി. ഞാൻ വീണ്ടും പറയാം, അപ്പത്തിൻ്റെ പേര് അന്വർത്ഥമാകണം. എങ്ങനെ? നിന്റെ നീതിയിൽ കൂടി, നിന്നിൽ ദൈവം വ്യാപരിപ്പിക്കുന്ന നീതിയിൽ കൂടി അപ്പത്തിൻ്റെ വീടെന്ന ബേത്ത്ലേഹേം എന്ന പേര് അന്വർത്ഥമാകണം. നിന്റെ പ്രാർത്ഥനയിലും സ്തുതിയിലും കൂടി യഹൂദാ എന്ന പേര് അന്വർത്ഥമാകണം. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ, നല്ല സ്തോത്രം പറഞ്ഞേ, നല്ല സ്തോത്രം പറഞ്ഞേ, നല്ല സ്തോത്രം പറഞ്ഞേ. ഈ ബേത്ത്ലേഹേമിലാണ് യഥാർത്ഥ ജീവന്റെ അപ്പം 70 കിലോമീറ്റർ ദൂരെ നിന്ന് വന്ന് പിറന്നത്. കണ്ടോ? അപ്പോൾ പേരിന് അർത്ഥമുണ്ടോ? ഉണ്ട്. പേരിൻ്റെ അർത്ഥം നടപ്പിലാകുമോ? നടപ്പിലാകും. എപ്പോൾ? നീതി നടപ്പിലാക്കുന്ന ഒരു ജോസഫ് ഉള്ളപ്പോൾ, നീതി നടപ്പിലാക്കുന്ന ഒരു അമ്മ മറിയ ഉള്ളപ്പോൾ. അത് നസ്രയത്തിൽ കൺസ്യൂമായാലും ബേത്ത്ലേഹേമിൽ ജീവന്റെ അപ്പം, ജീവന്റെ അപ്പം ആ അപ്പക്കൂട്ടിൽ, അപ്പ വീട്ടിൽ വന്നേ പിറക്കൂ. ഗ്ലോറി, 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 ഗ്ലോറി. അപ്പം ന്യായം മറിയുന്നതാണ്, നീതി മറിയുന്നതാണ് പേര്. അതെ, പേര് അന്വർത്ഥമാകാതിരിക്കാൻ കാരണം. ഇനി ഇവിടെ ആദ്യ വാക്കിൽ ഒരു പുരുഷൻ എന്നാണ്, ഒരു സർട്ടൻ മാൻ എന്നാണ്. എന്നാൽ അവൻ്റെ പേരുണ്ട് എലൈമലക്. എലി എന്ന വാക്ക് ഇസ്രായേലിൻ്റെ ദൈവത്തിന് അവർ വിളിക്കുന്ന പേരാ. എലി, ഏൽ. മലേക് രാജാവ്. അവൻ പറയുന്നു എൻ്റെ ദൈവം രാജാവ്. അല്പം കൂടെ പേഴ്സണലൈസ് ചെയ്താൽ എൻ്റെ ദൈവം എൻ്റെ രാജാവ്. ഞാൻ വീണ്ടും പറയുന്നു, ഏത് രാജാവ് ഭരിച്ചാലും ക്ഷാമം വരാം. എന്നാൽ ദൈവം ഭരിക്കുന്നിടത്ത് ക്ഷാമം വരത്തില്ല, 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 വരത്തില്ല. നീ ദൈവത്തിൻ്റെ പൈതലായി, ദൈവത്തിൻ്റെ പ്രജയായി, ദൈവത്തിൻ്റെ വീട്ടിലെ മോനായി, മോളായി നന്നായി ജീവിച്ചാൽ നിനക്ക് ക്ഷാമമല്ല, ക്ഷേമം തന്നെ ഉണ്ടാകും. ഇവിടെ അത് വരാൻ കാരണം യഹോവ ഏലൻ്റെ രാജാവെന്ന് പറഞ്ഞിട്ടും ഏലിനെ രാജാവായി ജീവിതത്തിൽ കണ്ടില്ല. എന്താ കാര്യം? കണ്ടിരുന്നെങ്കിൽ വിശപ്പ് വന്നപ്പോൾ ഉപവാസം എടുത്തരും മോവാബിലേക്ക് പോകത്തില്ലായിരുന്നു. കേട്ടോ? നോക്കൂ, നമ്മൾ വായിക്കുമ്പോൾ 2-3 പേരാ. പക്ഷെ ദൈവമെൻ്റെ രാജാവെന്ന് പറയുന്ന ഒരുവൻ തൻ്റെ ഭാര്യ നവോമി, നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം, പ്ലസന്റ്, നല്ല കാര്യങ്ങൾ, സന്തോഷമുള്ള കാര്യങ്ങൾ. അതാണ് നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവമെൻ്റെ രാജാവ്, പ്ലസന്റ്. 2 മക്കള്, മഹ്ളോനും കില്യോനും. മഹ്ളോൻ എന്ന വാക്കിൻ്റെ അർത്ഥം അത്ര ശരിയായ അർത്ഥമല്ല, അവൻ രോഗിയെന്നാണ്. കില്യോൻ എന്ന വാക്കിൻ്റെ അർത്ഥം 1-2 ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, 1-2 കൂടെ ചേർത്ത് പറയാം. അവൻ്റെ അർത്ഥം ദ എൻഡ് എന്നാണ് ഒരർത്ഥം. കാര്യം കഴിഞ്ഞു, ഫിനിഷ്, തീർന്നു. അപ്പോൾ ഒരുത്തൻ രോഗിയും ഒരുത്തൻ തീർന്നു പോകാനിരിക്കുന്നവനുമാണ്. സ്തോത്രം. നോക്കൂ, ദൈവമെൻ്റെ രാജാവ്, ദൈവത്തിൻ്റെ സന്തോഷം. ഒരുത്തൻ രോഗി, ഒരുത്തൻ തീരാൻ പോകുന്നവനാണ്. അവനൊരു കുഞ്ഞ് സഭ എന്നൊക്കെ ഒരു പേര് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതും ശരിയാ. ഇതെല്ലാം ഗൂഗിൾ, ഹീബ്രു ബൈബിളൊക്കെ നോക്കി, ആ ഡിക്ഷണറി നോക്കി പറയുന്നതാണ്. അപ്പോൾ ഒത്തിരി അർത്ഥമുണ്ട്. പ്രത്യേകിച്ച് മിക്ക വാക്കുകളുടെയും എബ്രായ റൂട്ട് കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ടഫാണ്. പലരും പലത് പ്രസംഗിക്കും. ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ട് എന്നോട് ചേർത്ത് വെച്ചോ, ദോഷമുള്ളതെല്ലാം കട്ട് ചെയ്താൽ മതി. എന്നാലും നോക്ക്, ഈ മക്കൾ ഈ സ്ഥലം വിട്ടുപോയിക്കൂടാ. രോഗിയാ ഒരുത്തൻ ഇപ്പം തീരുന്ന് പറഞ്ഞ് ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക.
അവർ മൈനറായിരിക്കും, അവരെ വലിച്ചുകൊണ്ട് ദൈവം എൻ്റെ രാജാവെന്ന് പറയുന്നവൻ ഓർക്കുന്നുണ്ടോ? യോനയെ പണ്ട് പൊക്കിയപ്പോൾ യോന എന്താ പറഞ്ഞേ? ചാടി എഴുന്നേറ്റ് വലുതാക്കാതെ പറഞ്ഞ എന്തുവാ? ഞാൻ കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെ സേവിക്കുന്നു. എൻ്റെ പൊന്നെ, സ്തോത്രം സ്തോത്രം, ആമേൻ. എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ നല്ല അവിടം വരെയുള്ളൂ നമ്മുടെ മനസ്സാന്തരം. അത് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് ഇത് വരുന്നില്ല. എന്താണ് ഈ സാക്ഷ്യം പറയുന്നത്? ആ ജീവിതത്തിലേക്ക് വരുന്നില്ല. സ്തോത്രം. ന്യായം നടപ്പിലാക്കുന്നില്ല, ദൈവനീതി നടപ്പിലാകുന്നില്ല. അതുകൊണ്ടായി ക്ഷാമം വന്നത്. ക്ഷാമം വന്നതുമല്ല കുഴപ്പം. ദൈവക്കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ കുടക്കീഴിൽ ക്ഷാമം വന്നാൽ അവിടെ നിൽക്ക്. മരുഭൂമിയിൽ മന്ന അയച്ചവൻ്റെ, അത് മരുഭൂമിയിൽ മന്ന ദൈവത്താൽ അയക്കപ്പെട്ട് പെറുക്കപ്പെട്ട് കഴിച്ചവൻ്റെ സന്തതിയല്ല എലിമലേക്ക്. നിന്റെ അപ്പൻ്റെ സാക്ഷ്യം നിന്റെ തലമുറയിൽ നീയും പുലർത്തണ്ടായോ? സ്തോത്രം ചെയ്തേ. അപ്പൻ്റെ സാക്ഷ്യം മാത്രം പറഞ്ഞാൽ മതിയോ? അമ്മയുടെ സാക്ഷ്യം പറയണ്ടായോ? സ്തോത്രം. സഹോദരൻ്റെ സാക്ഷ്യം പറയണ്ടായോ? സഹോദരൻ്റെ സാക്ഷ്യം പറയണ്ടായോ? നിന്റെ സാക്ഷ്യം പറയണ്ടായോ? ഗ്ലോറി. നിനക്കൊരു പാട്ട് വേണ്ടായോ? നിനക്കൊരു സാക്ഷ്യം വേണ്ടായോ? എൻ്റെ ദൈവം എന്നെ സഹായിച്ചെന്ന് നീ പേഴ്സണൽ ചെയ്ത് പറയണ്ടായോ? എന്നാൽ ഇവിടെ എളുപ്പവഴി തേടിപ്പോയി. എന്താ എളുപ്പവഴി? നേരെ മോവാബിലേക്ക് പോവുക. ഇനി മോവാബ് എന്ന വാക്കിൻ്റെ അർത്ഥം മോആബ്. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിലുണ്ട് മോവാബ് എങ്ങനെ ജനിച്ചെന്ന്. സ്വന്തം മകൾ സ്വന്തം അപ്പനെ കള്ളു കൊടുത്തയുടെ ബോധം, സാനിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് അയാളുമായി ശയിച്ചു. അങ്ങനുണ്ടായ മകൻ, മൂത്ത മകൻ. അതുമാത്രമല്ല, പ്രൗഡായിട്ട് അവൾ പറഞ്ഞു, ഇതെൻ്റെ അപ്പനിൽ നിന്ന് ഞാൻ പ്രാപിച്ചതാണ്. സ്വത്രം. ഇനി അവളെ ഒന്ന് ന്യായീകരിക്കാം. ഒരുപക്ഷെ ആ കൊച്ച് അവളുടെ ഏറ്റവും ഉയർന്ന നീതിയായിരിക്കാം നടപ്പിലാക്കിയത്. കാരണം എന്താ? അവൾ വന്നത് സോദോമിൽ നിന്നാണ്, ഗൊമോറയിൽ നിന്നാണ്. സവർവീം, അദ്മ, സൊബായിം, സൊവാർ, 5 പട്ടണങ്ങൾ മധ്യേ നിന്ന് അവിടെ ആണുങ്ങളോട്, പെണ്ണുങ്ങളോട് അവലക്ഷണമായി പെരുമാറുന്ന ഒരു ദേശമാണ്. അവിടെ ശാരീരിക ബന്ധത്തിന് വലിയ നിയമരേഖയൊന്നുമില്ല. അവൾ അവിടുന്ന് രക്ഷപ്പെട്ട് സോവാർ എന്ന മലയിൽ അപ്പൻ്റെ കൂടെ ഗുഹയിൽ പാർക്കും. ഒരു പക്ഷേ അവളുടെ ബുദ്ധിയിൽ വന്ന ഏറ്റവും നല്ല ചിന്തയായിരിക്കാം അപ്പനാൽ ഗർഭം ധരിക്കപ്പെടുക എന്നുള്ളത്. എന്നാൽ അവൾ വളരെ അഭിമാനത്തോടെ പറഞ്ഞത്, മോവാബ് ഇതെൻ്റെ അപ്പനാൽ ഞാൻ പ്രാപിച്ചത്. കാരണം അവൾക്കത് നന്മയായി തോന്നി. വേദപുസ്തകം സൂക്ഷ്മതയുടെ റോമാലേഖനം പഠിച്ചാൽ ആണിനോട് അവലക്ഷണമായി പെരുമാറുന്നത്, പെണ്ണിനോട് അവലക്ഷണമായി പെരുമാറുന്നത്, അത് ബഹുഭാര്യത്വം, ഇൻസെസ്റ്റ്, സ്വന്തം അടുത്ത ബന്ധുക്കളുമായുള്ള ശാരീരിക ബന്ധങ്ങൾ, ഇതിനെയൊക്കെ ദൈവം അറപ്പ്, വെറുപ്പ് എന്ന് കാണുന്നു എന്നാണ് വേഷം പഠിപ്പിക്കുന്നത്. സ്തോത്രം. അത് ദൈവത്തെ അത് ബഹുമാനിക്കേണ്ടതിന് ദൈവം അവസരം കൊടുക്കുമ്പോൾ ആ അവസരത്തിനൊത്ത് അവനെ ബുദ്ധിയിൽ ബഹുമാനിക്കാതെ, അവന് കൊടുക്കേണ്ട ആദരവും ആരാധനയും കൊടുക്കാതെ, തങ്ങളുടെ മനസാക്ഷിയെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം തന്നെ അപമാനരാഗങ്ങളാൽ മനുഷ്യരാശിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് റോമാലേഖനം 1-ാം അധ്യായം കൃത്യമായി പറയുന്നത്. സ്തോത്രം. നമ്മൾ കർത്തൃമേശ ആചരിക്കുമ്പോൾ പറയാറില്ലേ, ഈ അപ്പം തിന്നുന്നവൻ ശിക്ഷാവിധി തിന്നുകയും ഈ രക്തം കുടിക്കുന്ന ശിക്ഷാവിധി കുടിക്കുകയും എന്ന് പറഞ്ഞാൽ വേറൊരു ശിക്ഷാവിധിയുടെ ഇല്ലെന്നല്ല, ഇത് തന്നെ ശിക്ഷാവിധി എന്നതുപോലെയാണ്. ദൈവത്തെ ബഹുമാനിക്കാൻ ദൈവം അവസരം നൽകുമ്പോൾ സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം ബലത്തിൽ, സ്വന്തം ഊരുക്കളിൽ, പുരുഷൻ തൻ്റെ ഊരുക്കളിൽ അത് ആശ്രയിക്കുന്നു. അവയിൽ ദൈവത്തിന് പ്രസാദമില്ല. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും. നമ്മളൊക്കെ എങ്ങനെ ആശ്രയിക്കുന്നത്? NHSലോ HSBCയിലോ നമ്മുടെ വിസ സ്പോൺസറിലൊക്കെ നമ്മൾ ആശ്രയിക്കുന്നു. ഗ്ലോറി. അതാ പറഞ്ഞേക്കുന്നത്. നമുക്ക് രഥവും കുതിരയൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ആശ്രയിക്കേണ്ട ഇതിലാണ്. നിങ്ങളുടെ ബലത്തിൽ ആശ്രയിക്കരുത്, നിങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിക്കരുത്, നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ ആശ്രയിക്കരുത്, നിങ്ങൾക്കുള്ള ഇൻഫോർമേഷനിൽ, ടാലൻറ്റിൽ, സ്ട്രീറ്റ് സ്മാർട്ട്നെസ്സിലൊന്നും ആശ്രയിക്കരുത്. നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ യഹോവയാം യാഹിൽ ആശ്രയിക്കണം. എൻ്റെ ദൈവം തന്നല്ലാതെ എനിക്കൊന്നുമില്ല. എൻ്റെ ദൈവം തന്നല്ലാതെ എനിക്കിന്ന് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ ദൈവം തന്നല്ലാതെ വരും കാലങ്ങളിൽ ഒന്നുമില്ല. എൻ്റെ ദൈവം എന്നിൽ നകന്നാൽ ഞാൻ വെറും കയ്പ് മാറയാണെന്ന് നീ കൂടെ നിന്റെ ബുദ്ധിയോട് പറയണം. ഗ്ലോറി.
നെബൂഖദ്നേസർ തൻ്റെ ബലത്തിൽ, തൻ്റെ ഊരുക്കളിൽ, തൻ്റെ തേജസ്സിൽ, തൻ്റെ മഹത്വത്തിൽ, തൻ്റെ ജ്ഞാനത്തിൽ, തൻ്റെ പരിജ്ഞാനത്തിൽ, തൻ്റെ വകതിരിവിൽ, തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അതിർത്തികളുടെ വിസ്തീർണത്തിൽ ഒരിക്കൽ ഒരു സെക്കൻഡ് ഒന്ന് മഴങ്ങി, ഞാൻ എൻ്റെ ധന മഹാത്മ്യത്തിൽ പണിത മഹദിയാം ബാബിലോൺ അല്ലയോ എന്ന് വാഗൊണ്ട് പറഞ്ഞില്ല, ഹൃദയത്തിൽ നിരൂപിച്ചപ്പോൾ ദൈവം വിശുദ്ധ ദൂതനെ അയച്ചു. അവനോട് പറഞ്ഞു, ആ വൃക്ഷം മൂടോട് വെട്ടിയേക്ക്, അതിൻ്റെ കൊമ്പുകളെ ചിതറിച്ച്, ഇലകളെ തെറിപ്പിച്ച്, അതിൻ്റെ കായ്കളെ ഉതിർത്ത് വിട്ടേരെ. കണ്ടോ? സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നുള്ളതിൽ അഹങ്കരിക്കരുത്, ഇന്നലെ ഇല്ലാത്തതിൽ അനുദമിക്കുകയും അരുത്, നാളുകൾ വരാൻ പോകുന്നതിൽ ആശിച്ച് സന്തോഷിക്കുകയും അരുത്. ജീവനോടെ ഉള്ളവൻ, മൂക്കിൽ ശ്വാസമുള്ളവൻ യഹോവയെ ഭയപ്പെടട്ടെ. അപ്പൊ യഹൂദ, ബേത്ലഹേം, എലീമേലെക്ക്, നവോമി 2 പിള്ളേരെയും കൂടി എങ്ങോട്ടാ പോയത്? അപ്പനാൽ ജനിക്കപ്പെട്ടവനാൽ തുടങ്ങിയ ഒരു രാജ്യത്ത്, ഇൻസെസ്റ്റ് കൊണ്ട് ഉണ്ടായ ഒരു രാജ്യത്ത്. എനിക്ക് ഈ ഭാഗത്ത് ഒത്തിരി പറയാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വിഷയം ഇന്ന് മടങ്ങി വരികയാണ്. ഞാൻ ഒരു വാക്ക് മാത്രം പറയാം. അപ്പനാൽ ലെജിറ്റിമേറ്റായിട്ട് ജനിക്കപ്പെട്ടതുണ്ട്, അപ്പനാൽ ഇല്ലെജിറ്റിമേറ്റായിട്ട് ജനിക്കപ്പെട്ടതുമുണ്ട്. ചിലപ്പോൾ പ്രോസസ്സ് രണ്ടും ഒരുപോലെ ആയിരിക്കും. പ്രോസസ്സ് രണ്ടും ഒരുപോലെ ആയിരിക്കും. സ്തോത്രം. പക്ഷേ ദൈവം അനുവദിച്ചതുണ്ട്, ദൈവം അനുവദിക്കാത്തതുണ്ട്. വലിയ പ്രയാസമാണ്. ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. സ്തോത്രം. ഗ്ലോറി. ആളുകൾ കൂടുമ്പോൾ, കാർ പാർക്കിൽ കാറ് കൂടുമ്പോൾ, ചർച്ചിൽ ഇതുപോലത്തെയുള്ള ചർച്ചുകളിൽ കസേരകൾ കൂടുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യും. അവിടെയുള്ളവരും ഇവിടെയുള്ളവരും, അവിടുത്തെ പാട്ട് ഇവിടുത്തെ പാട്ട്, അവിടുത്തെ ആരാധന ഇവിടുത്തെ ആരാധന, അവിടുത്തെ പ്രാർത്ഥന ഇവിടുത്തെ പ്രാർത്ഥന. ഉറവ മധുരമുള്ളതെങ്കിൽ വെള്ളം മുഴുവനും മധുരമുള്ളതായിരിക്കും. വേര് വിശുദ്ധമെങ്കിൽ വൃക്ഷം മുഴുവനും വിശുദ്ധമായിരിക്കും. പിണ്ഡം വിശുദ്ധമെങ്കിൽ അതിൽ നിന്ന് പുറപ്പെടുന്ന മുഴുവൻ വിശുദ്ധമായിരിക്കും. ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുക. മറ്റൊരവസരത്തിൽ നിശ്ചയമായിട്ടും എന്താണ് ലെജിറ്റിമേറ്റ്, എന്താണ് ഇല്ലെജിറ്റിമേറ്റ് എന്ന് പറയണമെന്ന് എനിക്കുണ്ട്. ആമേൻ. സ്തോത്രം. ഈ നാളുകൾ നിങ്ങൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുക. വളരുന്നത് മിക്കതും ക്യാൻസറസ് ഗ്രോത്താണ്. ക്യാൻസറിന് ഒരു വളർച്ചയുണ്ട്, ക്യാൻസറിൻ്റെ അകത്ത് ഒരു ജീവനുണ്ടെന്ന ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി നിനക്ക് ദൈവം തന്ന ലെജിറ്റിമേറ്റ് ജീവനെ നഷ്ടപ്പെടുത്തി മരണത്തെ ജീവിപ്പിക്കുന്ന, ഒരു മരണത്തെ പുറപ്പെടുവിക്കുന്ന, ഒരു മരണത്തിലേക്ക് നയിക്കുന്ന ജീവനും വളർച്ചയുമാണ് ക്യാൻസറസ് ഗ്രോത്ത്. ഗ്ലോറി. വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. വേദപുസ്തകം വായിക്കണം. നമ്മളും തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആകെ പ്രശ്നമായി. ഇവിടെ പ്രശ്നം ആരംഭിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. താനാരാ, ദൈവമാരാ, പിശാചാരാ, ബേത്ലഹേം എന്താ, യഹൂദ എന്താ, മോവാബ് എന്താ എന്ന് തമ്മിൽ ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പമില്ല, ഞാൻ അപ്പമുള്ളിടത്തേക്ക് പോകും. സ്തോത്രം. എടാ കുഞ്ഞ, അപ്പത്തിൻ്റെ വീട്ടിൽ, ദൈവം കൽപ്പിച്ചാക്കിയ അപ്പത്തിൻ്റെ കൂട്ടിൽ, അപ്പത്തിൻ്റെ വീട്ടിൽ അപ്പമില്ലെങ്കിൽ നിനക്ക് എവിടെ നിന്ന് അപ്പം കിട്ടിയിട്ട് എന്ത് പ്രയോജനോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇടയ്ക്ക് സദൃശ്യവാക്യങ്ങളൊക്കെ വായിക്കണം. വായിക്കാൻ ഇഷ്ടമുള്ള ഒരു 31 അധ്യായമേ സദൃശ്യവാക്യങ്ങൾക്കുള്ളൂ. ഓരോന്ന് വെച്ച് വായിച്ചാൽ മാസം കൊണ്ട് തീരും. എന്നാ ഉപദേശങ്ങളാണ് അവിടെ പറയുന്നു. അതേ, സമാധാനത്തോടുകൂടെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരല്പം കഞ്ഞിയും ചമ്മന്തിയും കലഹങ്ങളോടുകൂടെ വലിയ ബാങ്ക്വറ്റ് ബിരിയാണിയേക്കാൾ നല്ലതാണ്. ഒന്ന് സ്വതന്ത്രം ചെയ്തേ. ഞാൻ ചിലപ്പോഴൊക്കെ, എനിക്ക് ചില സമയത്തൊക്കെ നമ്മുടെ ചർച്ചിലെ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്ത് ബിരിയാണി അങ്ങനെയുള്ള ഹെവി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയാം, അല്ലെങ്കിൽ ഞാൻ തന്നെയാണെങ്കിലും ഒരല്പം ശകലം അരിയിട്ടൊരു കഞ്ഞി വെച്ച് പെട്ടെന്ന് ഒന്നും കൂട്ടാൻ കാണത്തില്ല, അച്ചാറെല്ലാം നമുക്ക് ഈ രാത്രി ഒന്ന് കഴിച്ചിട്ട് കിടക്കും. കാരണം ആ പഴയ ഒരു സ്വസ്ഥത വരാൻ വേണ്ടി. പ്രൈസ് ഗോഡ്. സമാധാനമാണ് വലുത്. ഡൈനിങ് ടേബിളിലെ ഡിഷസ് അല്ല വലുത്. ഏത് കുസീൻസും നിനക്കാകാം. പക്ഷെ സമാധാനമില്ലെങ്കിലോ, ദൈവകൃപയില്ലെങ്കിലോ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
അപ്പൊ ബേത്ലഹേമിലെ പട്ടിണിയാ മോവാബിലെ സമൃദ്ധിയേക്കാൾ നല്ലത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇതാരെങ്കിലും ഒന്ന് ടാഗ് ലൈൻ ആക്കി ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൊക്കെ ഇടണം. ബേത്ലഹേമിലെ പട്ടിണിയാ അഭിഷിക്തനെ നിനക്ക് മോവാബിലെ സമൃദ്ധിയേക്കാൾ നല്ലത്. എലീമേലെക്കിനെ കൊന്നുകളയുന്ന, മഹ്ലോനെയും കില്യോനെയും കൊന്നുകളയുന്ന മോവാബിലെ അപ്പത്തേക്കാൾ ഈ ബേത്ലഹേമിലെ പട്ടിണി എത്ര നല്ലത്. ഞാൻ പറഞ്ഞു ഇത് സെറ്റപ്പാ. എന്താ കാര്യം? ഇത് കുറച്ച് നാളത്തേക്ക് ഉള്ളന്നേ. ഗ്ലോറി. ഒരു ഹല്ലേലൂയ പറയാമോ? ഒരു കഥ പറയാൻ വേണ്ടിയാണ്, നിങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ള കഥയാണല്ലോ. ഒരു അഭിഷേകത്തിനെ കുറിച്ച് പറഞ്ഞ കഥയാണ്. ബാംഗ്ലൂരാണെന്നാണ് പറഞ്ഞത്. ഈ ദൈവാസന്മാർക്കൊരു പരിപാടിയുണ്ട്. ഈ ലണ്ടനിൽ വെച്ച് പറയുമ്പോൾ ബാംഗ്ലൂർ എന്ന് പറയും, ബാംഗ്ലൂരിൽ നിന്ന് വെച്ച് പറയുമ്പോൾ അങ്ങനെ ലണ്ടനാണെന്ന് പറയും, തിരിച്ചും മറിച്ചും പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ സർദാർജിക്ക് പറ്റിയാണെന്ന് നമ്മളോട് പറയും, സർദാർജിയോട് പറയും മലയാളിക്ക് പറ്റിയാന്ന് പറയും. അച്ഛന്മാരോട് പറയും പൂജാരിക്ക് പറ്റിയാന്ന്, പൂജാരിയോട് എന്ത് പറയും? ഇത് അച്ഛന്മാർക്ക് പറ്റിയാന്ന് പറയും. പിടികിട്ടിയോ? നമുക്കൊന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഇത് ആർക്കോ പറ്റിയതാ. ഒരു അഭിഷിക്തൻ ബാംഗ്ലൂരിൽ ശുശ്രൂഷ ചെയ്യാൻ പോയി. കാശെല്ലാം തീർന്നു. ഒരു കുഞ്ഞു വീട്, കുഞ്ഞു റൂം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. 2-3 മക്കളുണ്ട്, ഭാര്യയുണ്ട്. കുറേ ദിവസം പട്ടിണി കിടന്നു. ദൈവത്തിൽ വിശ്വസിച്ചു, അപ്പം വരും. അപ്പം വന്നില്ല. ചില ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ കുഞ്ഞുങ്ങൾ എഴുന്നേക്കാൻ വയ്യാത്ത സ്ഥിതിയിലായി. വെള്ളം ചൂടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ഭാര്യ. 1, 2, 3 ദിവസം കൊണ്ട് പോയി. ഒരു ദിവസം ഭാര്യ രാത്രി കിടന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ ശുശ്രൂഷയിലാണോ ഇല്ലയോ ഇതൊന്നും എനിക്കറിയത്തില്ല, ദൈവം അപ്പം തരുമോ ഇല്ലയോ ഇതും എനിക്കറിയത്തില്ല, നാളെ രാവിലെ എൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കുവാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഷി വാസ് സോ സ്ട്രോങ്. അമ്മയല്ലേ, കുഞ്ഞുങ്ങളുടെ മരണം കാണാൻ അവർക്ക് താല്പര്യമില്ല, അത്രയേ ഉള്ളൂ. ഈ പുള്ളി ഉറങ്ങാതെ തല തിരിച്ചും മറിച്ചും തിരിച്ചും കിടക്കുകയാണ്. അതിരാവിലെ താൻ കുളിച്ചു എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. താൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. താൻ നടന്നു പോകുമ്പോൾ തന്നെ എതിർപ്പെട്ട ഒരാൾ വരുന്നു. താൻ അടുത്തടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു വലിയ വല്ലം കൂട്ട് അദ്ദേഹത്തിൻ്റെ മണ്ടയിലുണ്ട്, തലയിലുണ്ട്. ചുമ്മാട് കൊണ്ടുവരിക. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് മുഴുവൻ ബ്രെഡാ. പുള്ളിക്കൊരു ചിന്ത, നടക്കുന്ന പോലെ അറിയാതെ തരുന്ന മുമ്പ് ചുമ്മാ ഒന്ന് ഇടിച്ചാൽ വല്ലം കൊണ്ട് താഴെ വീഴും. വല്ലം കൊണ്ട് താഴെ വീണാൽ 5-6 ബ്രെഡെങ്കിലും മണ്ണിൽ വീഴും. ഈ 5 ബ്രെഡും പുള്ളി പിന്നെ എടുക്കത്തില്ല. അതിൽ ഒരെണ്ണം എടുത്തുകൊണ്ട് ഓടിയാൽ, നമ്മൾ ഈ കള്ളത്തരം കാണിക്കാൻ പോകുമ്പോൾ എല്ലാം ഭൂലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. കള്ളത്തരം കാണിച്ചു കഴിയുമ്പോൾ ഇതുങ്ങൾ മുഴുവൻ നമ്മളെ കൈയോർത്ത് കുറ്റം പറയുകയും ചെയ്യും. അങ്ങനൊരു സംഭവമുണ്ട്. തെറ്റി അന്നേരത്ത് എല്ലാവരും കൂടെ നിൽക്കും, എല്ലാവരും മാറി നിൽക്കും. അവസാനം അവിടെ തനിയെ കിടക്കുന്ന കാണാൻ കഴിയും. നമ്മുടെ ഹൃദയം പറയും ആരും കണ്ടിട്ടില്ല. പക്ഷെ പിന്നെ CCTV ആയി, ഫോണായി, ക്യാമറയായി, ഇതായി, പിന്നെ ഇതെല്ലാം നമ്മളെ തിരിച്ച് സാക്ഷ്യം പറയുകയും ചെയ്യും. ഇദ്ദേഹം എന്ത് ചെയ്തു? ഭാര്യയുടെ വാക്ക്, കുഞ്ഞുങ്ങളുടെ മരണം, ഇതെല്ലാം തൻ്റെ വിശപ്പ്, ഇതെല്ലാം തൻ്റെ മുമ്പിൽ വരിക. ഇദ്ദേഹം പതുക്കെ നടന്നു നിന്ന് ക്ലിക്കെന്നൊരു ഇടി കൊടുത്തു. വല്ലം കൊട്ട ഒന്ന് ചാഞ്ഞു, വല്ലം കൊട്ട ഒന്ന് ചരിഞ്ഞു, കൊട്ടയിലെ ബ്രെഡ് താഴെ വീണു. ഇദ്ദേഹം ചിന്തിച്ച പോലെ 3-4 താഴെ വീണു. ഇദ്ദേഹം അതിലൊന്നെടുത്ത് ഓടി, തിരിഞ്ഞോടി, കതച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് വാതിലടച്ചേക്കാൻ പറഞ്ഞു. വാതിലടച്ചു. ഭാര്യയോട് പറഞ്ഞു, ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് ലഭിച്ചതായി ബ്രെഡ്, ഇത് കുഞ്ഞാൻ കൊടുക്കാൻ പറഞ്ഞു. പുള്ളി അകത്ത് ഇങ്ങനെ പേടിക്കും. മനുഷ്യനാ, അഭിഷിക്തന്മാരെല്ലാം പാവത്വങ്ങളാ. അത് പെരുമ്പറ മുഴങ്ങുക. പുള്ളകത്ത് പേടിയ, കയ്യെല്ലാം വിറയ്ക്കുക. പുള്ളി ചിന്തിക്കുന്നത് വെള്ളക്കൂട്ടക്കാരൻ വരും, പോലീസുമായിട്ട് ഇദ്ദേഹത്തെ വിലങ്ങ് വെച്ചോണ്ട് പോകുന്നൊക്കെ പുള്ളി ഇങ്ങനെ ചിന്തിക്കും. മനക്കോട്ട ഇങ്ങനെ കെട്ടുക. ജീവിതത്തിൽ ആദ്യമായിട്ട് മോഷ്ടിച്ചതാ. അല്പം കഴിഞ്ഞപ്പോൾ വാതിൽക്കൽ കോട്ട. പുള്ളി എന്ത് ഭയന്നോ അത് സംഭവിച്ചു. വാതിൽക്കൽ വല്ലം കോട്ടയുമായി മനുഷ്യൻ നിൽക്കുകയാണ്. ഇദ്ദേഹം ഭാര്യയോട്, ഇദ്ദേഹം ഇങ്ങനെ താക്കോൽ ദ്വാരത്തിൽ കൂടെ നോക്കിയിട്ട് ഭാര്യ പറഞ്ഞു പോയി തുറക്കാൻ പറഞ്ഞു. ഭാര്യ പോയി തുറന്നു. അവളയാളോട് ചോദിച്ചു, എന്ത് വേണം? ഇന്ന പേരുള്ള ഒരു ദൈവപുരുഷൻ ഇവിടെ താമസിക്കുന്നുണ്ടോ? ഇയാളുടെ പേര് പറയുക. നോർത്ത് നോക്കി, ഇയാളുടെ ചങ്കൊക്കെ വിളിക്കുക. യെസ്, എനിക്ക് അദ്ദേഹത്തെ കാണണം. അപ്പം ഇതറിയാവുന്ന മനുഷ്യനകത്ത് കരയുകയാണോ, ഭയപ്പെടുകയാണോ, വിറയ്ക്കുകയാണോ? ഇയാൾ പുറത്തു വന്നു. അപ്പം ഭാര്യ ചോദിച്ചു, എന്ത് പറ്റി? അപ്പം ഇദ്ദേഹം ഇതെല്ലാം പുറത്ത് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്ന കഥ,
ഞാനൊരു ബോർമയിൽ ഒരു ബേക്കറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരനാണ്. എൻ്റെ യജമാനന്, എൻ്റെ ഓണറിന്, ബോർമക്കാരന് ഇന്നലെ രാത്രി കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ പേര് പറഞ്ഞു: ഒരു അഭിഷിക്തൻ ബ്രെഡിനായി കാത്തിരിക്കുന്നു. നീ നാളെ രാവിലെ ഒരു കൊട്ട ബ്രെഡ് അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കണം. അപ്പം ഇദ്ദേഹം ഇത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുക. ഇദ്ദേഹം പേടിച്ച് വിറച്ച് പുറത്തു വന്നു. ഈ മനുഷ്യൻ പറയുക, എന്നാൽ ഞാൻ അതുകൊണ്ട് വരുമ്പോൾ ഇത്ര നമ്പർ ബ്രെഡുമായിട്ട് വരിക, കറക്റ്റ് കൗണ്ടാ. ഒരു മനുഷ്യൻ എന്നെ എതിർപ്പെട്ട് വന്ന് എന്നെ ഇടിച്ചു. കൊട്ടയിൽ നിന്ന് 3-4 ബ്രെഡ് താഴെ പോയി. എനിക്കെല്ലാം കൊണ്ടുവരാൻ ഒത്തില്ല, എന്നോട് ക്ഷമിക്കണം. എന്നെ കൊട്ട താത്തു വെച്ചു. ഈ അഭിഷിക്തൻ ലജ്ജിതനായി പുറത്തു വന്നു. അദ്ദേഹം കഥ പറഞ്ഞു: ഞങ്ങൾ പട്ടിണിയാണ്, കുറേ നാളുകളായിട്ട് പട്ടിണിയാണ്, എന്നോട് ക്ഷമിക്കണം. ആ മനുഷ്യൻ ക്ഷമിച്ചു, വള്ളം കൊട്ട ചെയ്ത് കൊടുത്തു. പക്ഷേ ആ ബ്രെഡിൽ ഒന്നുപോലും ഈ അഭിഷിക്തൻ കഴിച്ചപ്പോൾ രുചിയുണ്ടായില്ല. എന്താ കാര്യം? 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞാൽ ദൈവത്തിന് ലഭിച്ച പ്രതിഫലമായി, രുചികരമായ മന്നയേക്കാളും ശ്രേഷ്ഠകരമായി താൻ കഴിക്കേണ്ട ഒരു അപ്പം താൻ പിടിച്ചു പറിച്ചതുപോലെ ആയിപ്പോയി. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്. ആ അല്പനാളുകളുടെ അവിടെ താമസിച്ചാൽ അപ്പത്തിൻ്റെ കൂട്ടിൽ ദൈവം സന്ദർശിച്ച് അപ്പം കൊടുത്തു എന്ന് നീ കേൾക്കുകയല്ല, നീ കഴിച്ചനുഭവിക്കേണ്ട ഒരു മകനായിരിക്കെ, ഒരു മകളായിരിക്കെ നീ പെട്ടെന്ന് ഭാര്യയും കുഞ്ഞുങ്ങളെയും വലിച്ച് മോവാബിലേക്ക് പോകല്ലേ, അശുദ്ധ തീരത്തേക്ക് പോകല്ലേ. നിനക്ക് നഷ്ടമേ മരണമേ ഉണ്ടാകൂ. ഇവിടെ ഇപ്പൊ പട്ടിണിയേ ഉള്ളൂ, മരണമായിട്ടില്ല. ഇവിടെ ഇപ്പൊ രോഗിയായ മകൻ മരിച്ചിട്ടില്ല, മഹ്ലോൻ മരിച്ചിട്ടില്ല. ഇവിടെ അത് എല്ലാം തീർന്നെന്ന് പറയുന്ന ഒരു കില്ലിയോൻ പക്ഷെ മരിച്ചിട്ടില്ല, ജീവനുണ്ട്. അവിടേക്ക് പോയാൽ എലിമലേക്ക് നീയും കൂടെ മരിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്. വീണ്ടും ഞാൻ പറയുന്നു, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ, ദൈവം നിയന്ത്രിക്കാതെ നിന്റെ ശരീരത്തിലെ ഒരു കോശം പോലും രോഗത്തിൽ പെടത്തില്ല. ഗ്ലോറി, 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 ഗ്ലോറി. ദൈവം നിന്നെ സന്ദർശിക്കുമെന്നേ, ദൈവം നിന്നെ സൗഖ്യമാക്കുമെന്നേ, അല്ലെ പുതിയ ഒരു അവയവം വെച്ച് പിടിപ്പിക്കുമെന്നേ, മെഡിക്കൽ സയൻസിനെ സഹായിക്കുമെന്നേ, ഡോക്ടേഴ്സിന് അനുവാദം കൊടുക്കുമെന്ന്. പക്ഷേ നീയായിട്ട് ബുദ്ധിമോശമൊന്നും കാണിക്കല്ലേ, നീയായിട്ട് ദൈവത്തെ പറ്റിച്ചേർന്നിരുന്നോണം. ഗ്ലോറി, ഗ്ലോറി. ഓക്കെ, ആ റൂത്തിന്റെ പുസ്തകം 2:3 ഒന്ന് വായിച്ചേ. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദിയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കുവാൻ പോയി. അവന് എലീമേലെക്ക് എന്നും ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേര്. അവർ യഹൂദിയയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. എന്നാൽ നവോമിയുടെ ഭർത്താവായ എലീമേലെക്ക് മരിച്ചു, അവളും 2 പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. ഓർപ്പ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ ഫൗൺ അല്ലെങ്കിൽ നെക്ക്, കഴുത്തെന്നാ കണ്ടത്. എന്നാൽ ഹീബ്രു ബൈബിൾ നോക്കിയപ്പോൾ കഴുത്ത് മാത്രമല്ല, വഴങ്ക കഴുത്ത്, സ്റ്റിഫ് നെക്ഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ കേൾക്കാത്തവൾ, സൗമ്യതയില്ലാത്തവർ, കഴുത്തുയർത്തി അഹങ്കാരത്തോടെ സംസാരിക്കുന്നവൾ. സ്തോത്രം. ഓർപ്പ. റൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഫ്രണ്ട്ഷിപ്പ്, ഫെലോഷിപ്പ്, സഹൃദയൻ, കൂടെ നടക്കുന്ന ആള്. ആമേൻ, ആമേൻ. അപ്പനാൽ ജാരസന്തതികളായി ജനിച്ചവരുടെ കൂട്ടത്തിലും ചില നല്ല പേരുകളുണ്ട്. ആമേൻ. എന്തായാലും കൊള്ളാം. പെട്ടെന്ന് ഇവരെല്ലാം വിധവമാരായി തീർന്നു. നവോമി വിധവയായി, റൂത്ത് മഹ്ലോൻ മരിച്ചപ്പോൾ വിധവയായി, ഓർപ്പ കില്ലിയോൻ മരിച്ചപ്പോൾ വിധവയായി. നോക്കൂ, ഇപ്പോൾ എത്രാമത്തെ വാക്യമാ? 4. എനിക്കൊരു ടിഷ്യൂ തരാമോ? 4 അധ്യായമുള്ള റൂത്തിന്റെ പുസ്തകത്തിൽ കൃപയാൽ 4 വാക്യം കൊണ്ട് അവരുടെ മുഴുവൻ കഷ്ടതകളും എഴുതി തീർത്തു.
നിങ്ങളൊന്ന് സ്വോത്രം ചെയ്യുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കുന്നേ. അധ്യായം എത്ര ഉണ്ട്? ഹലോ, അധ്യായം 4 വാക്യം കഴിഞ്ഞപ്പോൾ ചരിത്രം മുഴുവൻ തീർന്നു. മരണത്തിൻ്റെ ചരിത്രം, ദുഃഖത്തിൻ്റെ ചരിത്രം, മാറയുടെ ചരിത്രം മുഴുവൻ തീർന്നു. ഗ്ലോറി. സ്വോത്രം ചെയ്തേ. ദൈവത്തിൽ നിന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നതല്ല താല്പര്യം, നിന്നെ അവിടുന്ന് ഉദ്ധരിക്കുന്നതല്ല താല്പര്യം. ദൈവത്തിന് നിന്റെ പരാജയങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതല്ല താല്പര്യം, അവിടുന്ന് ഉദ്ധരിക്കുന്നത് വിവരിച്ചെഴുന്നതല്ല താല്പര്യം. ഒന്ന് സ്വോത്രം ചെയ്തേ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സാക്ഷ്യങ്ങൾ എന്താ? പലപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന് മുമ്പുള്ള സാക്ഷ്യം എന്തുവാ? കഥകളാണ്. അത് വേണ്ടെന്നല്ല, അത് കഴിഞ്ഞുള്ളത് എന്താ പറയാത്തേ? നീ നാട്ടിലായിരുന്നപ്പോഴും കഥകൾ, നീ ഗൾഫിലായിരുന്നപ്പോഴും കഥകൾ, നീ സിംഗപ്പൂരിലായിരുന്നപ്പോഴും കഥകൾ, നീ ലണ്ടനിൽ വന്നപ്പോഴും നീ സ്വർഗത്തിൽ പോയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും. കഥകൾ കുറച്ചേച്ച് കർത്താവ് വിടുവിച്ചതിനൊന്ന് വിസ്തരിച്ച്, കർത്താവ് അനുഗ്രഹിച്ചതിനൊന്ന് ആംപ്ലിഫൈ ചെയ്തേ. എൻ്റെ ദൈവം എനിക്ക് നല്ലവനായിരുന്നു, എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണ്, എൻ്റെ ദൈവം ഇനിയും നല്ലവനാണ്. പൂർവകാല നിത്യത മുതൽ വരുംകാല നിത്യത വരെ അവൻ എൻ്റെ ആരാധ്യൻ, ഞാൻ അവനെ ആരാധിക്കും. അവൻ എനിക്ക് ദോഷമായതൊന്നും എന്നോട് ചെയ്തിട്ടില്ല. ഞാൻ എന്താ ഇത് പറയാൻ കാരണം? നവോമിയുടെ സാക്ഷ്യം എന്തോ? സർവശക്തൻ എനിക്ക് ദോഷമായത്, തിന്മയായത്, ദുഃഖമായത് വരുത്തി. നോ, ദൈവമൊന്നും വരുത്തിയിട്ടില്ല. കുഞ്ഞേ, അപ്പം ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? അപ്പത്തിൻ്റെ വീടെന്ന് പേര് പോരാ, അപ്പം ഉണ്ടാകണം. എന്താ കാര്യം? നല്ല നീതിയുള്ള ന്യായപാലനം ഉണ്ടാകണം, വീട്ടിൽ പ്രാർത്ഥന ഉണ്ടാകണം, വീട്ടിൽ ആരാധന ഉണ്ടാകണം, യാഗപീഠം ഉണ്ടാകണം, വഴിപാടുണ്ടാകണം, സമർപ്പണം ഉണ്ടാകണം, ദൈവത്തെ ഭയന്ന് ജീവിക്കണം. അപ്പത്തിനൊരു കുറവും വരത്തില്ല. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഥവാ ക്ഷാമം വന്നാൽ നോക്കൂ, ഇസ്രായേലിൻ്റെ മഹാപ്രവാചകനായ ഏലിശായിക്ക് മാളിക മുറി പണിത് കൊടുത്ത് അവിടുത്തെ മാളിക മുറിയെ ഫർണിഷ് ചെയ്തു. കട്ടിലും കൊണ്ട്, കസേരയും കൊണ്ട്, മേശ കൊണ്ട്, നിലവിളക്കുകൊണ്ട് ഫർണിഷ് ചെയ്തു. ഇന്നത്തെ രീതി പറഞ്ഞാൽ AC-യും ഹീറ്റിങ്ങും എല്ലാം ചെയ്തു. പക്ഷേ നിങ്ങൾക്കറിയാമോ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൾക്കും ക്ഷാമം വന്നു. ഡു യു നോ ദാറ്റ്? ശൂന്യകാരത്തിക്ക് ക്ഷാമം വന്നെന്ന്, ഈ പണക്കാരിക്ക് ക്ഷാമം വന്നെന്ന്, ഈ കൊച്ചിനെ തിരിച്ചു കിട്ടിയവൾക്ക് ക്ഷാമം വന്നെന്ന്, വയലുകളിലുള്ളവർക്ക് ക്ഷാമം വന്നെന്ന്. അപ്പോൾ അവൾ പ്രവാചകന്റെ അടുക്കൽ ഓടി. വാട്ട് ഷാൽ ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം? പ്രവാചകൻ പറഞ്ഞു, നീ ദേശം വിട്ടു പോയിക്കൊള്ളൂ. അവൾ അങ്ങനെ 7 വർഷം ആ ദേശത്തുനിന്ന്, ആ സ്വന്തം വീട്ടിൽ നിന്ന്, വയലിൽ നിന്ന് മാറി പാർത്തു. പക്ഷെ പിന്നീട് അവളെ ദൈവം ക്ഷാമം കഴിഞ്ഞപ്പോൾ മടക്കി വരുത്തി. അപ്പൊ ഈ ലോകത്തിലെ ധനമൊന്നും നിലനിൽക്കുന്നതല്ല. ദൈവശബ്ദം പോലെ ആലോചന അനുസരിച്ച് നീക്കിയാൽ ദൈവത്തിനെ സഹായിക്കും. ബേത്ലഹേമിൽ ന്യായമായിട്ടാണ് ക്ഷാമം വന്നാലും ദൈവവചനം എന്താണ്, അത് മാത്രമേ പ്രമാണിക്കാവൂ. സ്തോത്രം. വായിച്ചേ, റൂത്തിന്റെ പുസ്തകം വായിച്ചേ. അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്ന്, മറ്റവൾക്ക് രൂത്ത് എന്ന് പേര്. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. പിന്നെ മഹളോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ 2 പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങി പോകുവാൻ തന്റെ മരുമക്കളോട് കൂടെ പുറപ്പെട്ടു. ഞാനൊരു ദൂത് പറയട്ടെ, നീ എത്ര പിന്മാറിപ്പോയാലും, നീ എഫ്രാത്ത് നദി കടന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അവിടെ നമ്മൾ അന്ന് വായിച്ചില്ലേ, അത് യെരുശലേമിൽ ബേത്ലഹേമിൽ എഫ്രാത്യനായി, എഫ്രാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം യൂഫ്രട്ടീസ് എന്ന, യൂഫ്രട്ടീസ് കടന്നവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ. എഫ്രാത്ത് നദി കടന്നവൻ, ആദ്യമായി കടന്നവൻ അബ്രഹാമാ. അബ്രഹാമിൻ്റെ സന്തതിയായി എലീമലേക്ക്, അബ്രഹാമിൻ്റെ സന്തതിയായി നവോമി. നീ എഫ്രാത്ത് നദി കടന്നവനാണെങ്കിൽ നിന്നെ ഈ ചാപ്റ്ററിൽ കൊല്ലുകയില്ല, നീ മരണം കാണുകയില്ല. നീ നെല്ലിപ്പലക കണ്ടാലും അവിടെ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ, ശബ്ദവർത്തമാനങ്ങളെ കേൾപ്പിക്കുവാൻ, യെരൂശലേമിനെ, ബേത്ലഹേമിനെ ദൈവം സന്ദർശിച്ചത് കേൾപ്പിക്കുവാൻ
ദൈവം ശക്തൻ. ഹല്ലേലൂയ. ഇനി 2-3 വാക്യം വിട്ടിട്ടൊന്ന് വായിച്ചേ. അവർ അവളോട്, ഞങ്ങളും നിന്നോട് കൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നവോമി പോകാൻ താല്പര്യപ്പെട്ടു. അവളോട് എന്ന് പറഞ്ഞ റൂത്തും ഓർഫയും ഒരുമിച്ച് നവോമിയോട്. അതിന് നവോമി പറഞ്ഞത്, എന്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. എന്തിന് എന്നോട് കൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കുവാൻ ഇനി എന്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ? ശ്രദ്ധിച്ചേ, വായിക്കുന്ന ആളെ എന്റെ മുമ്പത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ. എന്താ നവോമി പറയുന്നേ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. എന്താ നവോമി പറഞ്ഞേ? എന്താ നമ്മൾ വായിച്ചവിടെ കേട്ടെന്താ? ഒന്ന് പുസ്തകത്തിലേക്ക് നോക്കിക്കേ. എന്താ ഇവിടെ കണ്ടേ? എന്താ എഴുതിയിരിക്കുന്നേ? നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. ആ വാക്കിന്റെ അർത്ഥം എന്തുവാ? അവർ കുറച്ചു ദൂരം നവോമിയോട് കൂടെ നടന്നു. എങ്ങോട്ട്? ബേത്ലഹേമിനെ ലക്ഷ്യമാക്കി നടന്നു. നിങ്ങൾ പിടിയിടുന്നുണ്ടോ? ഒരു സ്റ്റെപ്പെങ്കിലും അവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മടങ്ങിപ്പോയിക്കൊള്ളാൻ പറയുന്നത്. അവർ അവരുടെ വീട്ടിലല്ല, വീടൊക്കെ വിട്ടു, നാടൊക്കെ വിട്ടു. സ്വതന്ത്രം. നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. നിങ്ങൾ മടങ്ങിപ്പോയി. ഞാൻ വിശ്വസിക്കുന്നത് ഈ മോവാബ് എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ അതിര, ജോർദാൻ്റെ അങ്ങേ കിഴക്കേ ഭാഗവും പടിഞ്ഞാറേ ഭാഗവും. കിഴക്കേ ഭാഗം മോവാബും പടിഞ്ഞാറേ ഭാഗം ഇസ്രയേലുമാണ്. അപ്പോൾ ഇവർ അതിർത്തിയിൽ നിൽക്കുകയാണ്. മോവാബിൻ്റെ അതിർത്തിയിൽ, യെരുശലേമിൻ്റെ, ഇസ്രയേലിൻ്റെ അതിർത്തിയിൽ നിൽക്കുകയാണ്. അവിടെ വെച്ചാ നവോമി പറഞ്ഞു, നിങ്ങൾ മടങ്ങി മോവാബിലേക്ക് പോയിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? അവർ കുറെ ദൂരം വന്നു. അപ്പത്തിൻ്റെ വീട്ടിലേക്ക് കുറെ ദൂരം വന്നു. മാനസാന്തരത്തിലേക്ക് കുറെ ദൂരം വന്നു. ഓർപ്പയും വന്നു, റൂത്തും വന്നു. ഗ്ലോറി 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 ഗ്ലോറി. ബോർഡർ ക്രോസ് ചെയ്യേണ്ട ഒരു സമയം വന്നപ്പോൾ നവോമിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു. മോവാബ് അവൻ്റെ 10ാം തലമുറ പോലും ആലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കരുത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. വചനം ഇങ്ങനെ കിടക്കുക, നിയമം ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് അറിവുള്ള, പ്രായമുള്ള, വാർദ്ധക്യമുള്ള നവോമി പറയുന്നത്, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. സ്തോത്രം സ്തോത്രം. ഞാനൊരു ദൂത് പറയാം. നിങ്ങൾക്ക് ഈ കഥ അറിയാം. ഓർപ്പ് മടങ്ങി, റൂത്ത് മടങ്ങിയില്ല. റൂത്ത് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ വെച്ചു. ഓർപ്പ് മുന്നോട്ട് അധികം വെച്ച കാല് പിന്നെ വെക്കാൻ മടിച്ച് പുറകോട്ട് പോയി. ഓർപ്പ ചുംബിച്ചു, റൂത്തും ചുംബിച്ചു. ഓർപ്പ കരഞ്ഞു, റൂത്തും കരഞ്ഞു. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. റൂത്ത് മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ വെച്ചു. റൂത്ത് മോവാബ് വിടാൻ തീരുമാനിച്ചത് വിടാൻ തന്നെയായിരുന്നു. മാനസിക വൈകാരിക മണ്ഡലങ്ങളിൽ അവൾ കുടുങ്ങിയില്ല. ഓർപ്പയോ തീരുമാനിച്ചുവെങ്കിലും പിന്നീട് ചിന്തിച്ചപ്പോൾ തൻ്റെ ഭാവി യെരുശലേമിൽ നന്നാകത്തില്ല. താൻ ഒരു അന്യജാതിക്കാരിയായി ജീവിക്കേണ്ടി വരും. കർത്താവ് എന്നെ സ്വീകരിക്കുമെന്ന് അറിയത്തില്ല. ആലയത്തിൽ എന്തായാലും പ്രവേശനമില്ല. അതിനാൽ എനിക്ക് മടങ്ങുന്നതാ നല്ലതെന്ന് തീരുമാനിച്ച് തൻ്റെ മാനസാന്തരം പൂർത്തീകരിക്കാതെ താൻ മടങ്ങിപ്പോയി. ഗ്ലോറി. ഒന്നല്ല, നിങ്ങൾ വായിച്ചു നോക്ക്. 1-2 പ്രാവശ്യം ആ അധ്യായത്തിൽ നവോമി പറയുന്നുണ്ട്, മടങ്ങുക മക്കളെ, മടങ്ങുക മക്കളെ, മടങ്ങുക. നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക. യു ക്യാൻ ഗോ ബാക്ക്. ദാറ്റ് മീൻസ് they have walked a lot. അവർ ഒത്തിരി മുന്നോട്ട് പോകും. ഞാൻ വിശ്വസിക്കുന്നു മോവാബിൻ്റെ, ഇസ്രയേലിൻ്റെ ബോർഡറിൽ ഒരു കാലം അവിടെയും ഒരു കാലം ഇവിടെയും വെച്ച് നിൽക്കുകയാണ്. ഓർപ്പ മടങ്ങി, റൂത്ത് മടങ്ങിയില്ല. ഓർപ്പ മടങ്ങി, നവോമി മടങ്ങിയില്ല. ദൈവത്തിൻ്റെ ജനമേ, ദൈവം സദ്വർത്തമാനം നൽകുമ്പോൾ, ദൈവ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ, മനുഷ്യരിൽ കൂടിയാണെങ്കിലും മീഡിയയിൽ കൂടിയാണെങ്കിലും നീ ദൈവത്തിങ്കിലേക്ക് അടുക്കുക. മോവാബ് വിടുവാൻ അവസരം ലഭിച്ചാൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കരുത്. നിന്റെ സ്വന്തം ദേശമാണെന്ന് പറയരുത്. ഈ ദേശം മുഴുവൻ നമുക്ക് അന്യമാണ്. നമ്മളിവിടെ പരദേശികളാണ്. നമുക്കൊരു ദേശമേ ഉള്ളൂ, അത് സ്വർഗീയ കനാനാണ്. ശമനബലക രജഗധനബല. പണത്തിന്, അപ്പത്തിന്, വീഞ്ഞിന്, എണ്ണയ്ക്ക്, തേനിന്, പാലിന്, അതെ ബ്രെഡിന് നീ മോവാബിലേക്ക് ഓടിയെങ്കിൽ മടങ്ങുക.
മടങ്ങി വാ. ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. നിനക്ക് യെരൂശലേമിൽ അപ്പം തരുന്നവൻ ദൈവമാണെങ്കിൽ, നിന്നെ അവിടെ മടക്കി വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നീ മടങ്ങി വന്നാൽ നിനക്ക് വിടുതല, നിനക്ക് സന്തോഷമാ, നിനക്ക് സമൃദ്ധിയാ. നിന്റെ കയ്പ് മാറി നീ നവോമി എന്ന സന്തോഷമാകുവാൻ പോവുകയാണ്. ഗ്ലോറി. അതുകൊണ്ട് സന്തോഷമുണ്ട്. Can we all on our feet? നമുക്ക് നമ്മുടെ കാലിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് ചിന്തിച്ചേ. ഈ അഭിഷിക്തൻ ശബ്ദമുയർത്തി ഇന്ന് പകൽ സംസാരിക്കുന്നത് ആരോടാണ്? ഇവിടെ അങ്ങ് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആളോടാണോ? അങ്ങ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളോടാണോ? എൻ്റെ ഇടത്തും വലത്തും മുൻപിലും പിൻപിലും ഉള്ളവരോടാണോ? അതോ ഈ വചനം എന്നോടാണോ? ഞാനല്ലേ ദൂരത്തായത്? ഞാനല്ലേ മോവാബിലേക്ക് അതിർ കടന്നത്? ഞാനല്ലേ ദുഃഖവും മരണവും ഒക്കെ അനുഭവിച്ചത്? എൻ്റെ കഴിഞ്ഞ 10 വർഷം ഞാൻ ആകെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നഷ്ടങ്ങളല്ലേ? അബ്ബാ, ഞാൻ യഹൂദിയാകുവാൻ തീരുമാനിക്കുന്നു. ഞാൻ ബേത്ലഹേമിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനിക്കുന്നു. ഞാൻ യെരൂശലേമിൽ അങ്ങയുടെ ആലയത്തിൽ പാർക്കുവാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ യാഗപീഠത്തെ ഞാൻ പുതുക്കി പണിയുവാൻ താല്പര്യപ്പെടുന്നു.